ഹായ്. ഇപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ, ഉസ്താദ് കുട്ടിനെ തല്ലി, കുട്ടിന്റെ രക്ഷിതാക്കള് ഉസ്താദിനെ പോയി തല്ലി, ഏതോ ഒരു സ്കൂളില് അധ്യാപകനെ കുട്ടിനെ തല്ലിയിട്ട് കുട്ടിന്റെ എല്ല് പൊട്ടി, അങ്ങനെയൊക്കെ കുറെ ന്യൂസ് കേൾക്കുന്നുണ്ടല്ലേ. എനിക്ക് ഈ ഉസ്താദുമാരാവട്ടെ, അധ്യാപകനാവട്ടെ, അധ്യാപിക ആവട്ടെ, ടീച്ചേഴ്സിനോട്, എല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ, അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ മക്കളെ അടിക്കാണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പത്തെ ഈ കാലത്ത് അടിക്കാൻ പോണ്ട, അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പൊ അത്രക്കും മോശം കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഓരോ രക്ഷിതാക്കൾ വിളിച്ചിട്ട് കാര്യം പറയാം. വെറുതെ അതിൽ ഇടപെട്ടിക്കാണ്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ ഇനി അടിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ഊക്ക് കുറച്ചതാണ്ട് അടിച്ച, ഈ ഊക്ക് കൂടുമ്പോഴാണ് ഈ പൊട്ടലും ചീറ്റലൊക്കെ വരുന്നത്. എനിക്കറിയാതെ ചോദിക്കണേ, ഈ ദേഷ്യം കൊണ്ടാണോ എന്തോന്ന് അറിയില്ല, ഊക്കിലടിക്കുമ്പോ എന്തായാലും ഒരു മനുഷ്യനല്ലേ അത് അടിക്കണത്. ഒക്കെ അടി വാങ്ങി പഠിച്ച ആളെന്നെയാണ് ഞാനും. ഞാൻ പഠിക്കണ അന്നൊക്കെ ഉണ്ടോ എന്തോരം അടിച്ചന ഉസ്താദുമാരും ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞിട്ട് ഇരുമ്പിന്റെ സ്കെയിൽ കൊണ്ട് അടിച്ചന ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. അടിയും കിട്ടും ചെയ്തേക്കുന്നു. അതൊന്നും എവിടെയും പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല. ടീച്ചർ നമ്മൾ പഠിച്ചതിന് അടിച്ചു, അങ്ങനെ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വടി എടുക്കാതെ ക്ലാസ് പോകാൻ ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഇങ്ങനെ കൈക്കുണ്ടാവുമ്പോൾ ഇങ്ങനെ കുട്ടികളെ അടിച്ചാൻ തോന്നുന്നതാണോ എന്താണെന്നൊക്കെ അറിയില്ല. എന്തായാലും ലേശം മൂക്ക് കുറച്ച് അടിക്കാൻ നോക്കുക. അടിക്കുകയാണെങ്കിൽ തന്നെ അടിക്കാനുള്ള ഒരു അവകാശം ഇല്ല. നിങ്ങൾ സ്വന്തം മക്കൾ അടിക്കുന്ന പോലെ ബാക്കിയുള്ളവരെ മക്കൾ അടിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ രക്ഷിതാക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. മക്കൾ അടിച്ചിട്ട് അവിടെയും ഇവിടെയും മുറിയും ഇതൊക്കെ അയക്കാണ്ട് കുട്ടികൾ വീട്ടിലേക്ക് വന്നാൽ രക്ഷിതാക്കൾ വെറുതെ ഇരിക്കോ? ഇല്ല. ഞാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ മദ്രസയിൽ 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഉത്തരം കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും നീ ചെന്നു. എന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കും ഉത്തരം കിട്ടില്ല. ഞങ്ങൾ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു. എന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് അടി കിട്ടുകയാണ്. ഓക്ക് അടി കിട്ടുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങോട്ട് വീശി അടിക്കുന്ന സമയത്ത് ഓൾക്ക് കിട്ടേണ്ട അടിന്റെ പകുതി എന്റെ ദീ കൂടെ പോയത്. വടി ഇങ്ങോട്ട് വീശിയപ്പോ എന്റെ കണ്ണിന്റെ ദീ കൂടെ പോയത്. അവിടെ പിന്നെ കുറച്ച് അതിന്റെ തണർത്ത് ഇതായൊക്കെ വന്നു. വീട്ടിൽ ചെന്നപ്പോ എന്റെ പേരക്കാർ വെറുതെ എന്റെ വലിപ്പ വന്ന് ചോദിച്ചു, എന്തിനാ കുട്ടികളെ ഇങ്ങനെ അടിച്ചത്? നിങ്ങൾ അടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കി. അടിച്ചാനൊന്നല്ല പറഞ്ഞേക്കണേ, നിങ്ങൾ അടിക്കുമ്പോ ഒന്ന് മെല്ലെ അടിച്ച്, ഇങ്ങനെ മൂക്കില്ലാതെ അടിച്ചെന്നാ പറഞ്ഞത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്നല്ലെങ്കിൽ അത് ഒന്ന് കേറിയിട്ട് എന്റെ കണ്ണിനേറ്റൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കണ്ണുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ നമ്മൾ ചെറിയൊരു അശ്രദ്ധ മതി ഇങ്ങനത്തെ ഓരോ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാവാന്. ഇപ്പൊ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോ ശ്രദ്ധിക്കുക. മക്കളല്ലേ, അടിക്കാണ്ടിരിക്കുക.